വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത് എപ്പിസോഡ് 2 ആണ് ഇത്. ബിഹൈൻഡ് എവറി സ്ട്രോങ് സ്റ്റോക്ക് ഈസ് എ സ്ട്രോങ് സ്റ്റോറി, ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഏതൊരു സ്ട്രോങ് ആയ കമ്പനിക്കും അതിന് പുറകിലൊരു സ്ട്രോങ് സ്റ്റോറി ഉണ്ടാവും. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, എപ്പിസോഡ് 1 കണ്ടിട്ടേ ഇത് കാണാവൂ. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന ഒരു ഷോർട്ട് ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ സെഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇത് രണ്ടാമത് എപ്പിസോഡാണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഇൻട്രൊഡക്ഷൻ ടു ഫണ്ടമെൻ്റൽ അനാലിസിസിൽ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമേ ഇത് കാണാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കമ്പനീസ് റിയൽ വാല്യൂ യൂസിങ് ഫൈനാൻഷ്യൽ ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്. ഓക്കെ, സിമ്പിൾ. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസും അതിൻ്റെ ബിസിനസ് ഇൻസൈറ്റ്സ്, അതായത് ബിസിനസ് ഓപ്പറേഷൻസും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ആ കമ്പനിയുടെ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യലാണ് ആക്ച്വലി എന്ത്, ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയാൻ വേണ്ടി പോകുന്ന മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൈസും വാല്യൂവും. ഓക്കെ, എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ചിലവാക്കുന്ന ഒരു പ്രൈസിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ആ പ്രൊഡക്റ്റ് നമുക്ക് സംതിങ് സ്പെഷ്യലായിട്ട് തരുന്നത്, അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ് ആക്ച്വലി വാല്യൂ. പല ആളുകളും പ്രൈസ് നോക്കി സാധനങ്ങൾ വാങ്ങും, ചില ആളുകൾ വാല്യൂ നോക്കി സാധനങ്ങൾ വാങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ വാല്യൂ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞിരുന്നു, പ്രീവിയസ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സിൽ പറഞ്ഞ പ്രോസസ്സ് നമ്മൾ ഇവിടെ ഒന്നുകൂടി പറയുകയാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ കമ്പനിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും നമ്മൾ നോക്കും. അത് നമ്മൾ അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻട്രൻസിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഇൻട്രൻസിക് വാല്യൂ ആണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ റിയൽ വാല്യൂ എന്ന് പറയുന്നത്. ആ റിയൽ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രൻസിക് വാല്യൂ നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ ഞാൻ പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ബൈക്ക് വേണം, അർജൻറ്റാണ്, എനിക്കൊരു ബൈക്ക് വേണം, ഞാൻ ബയ്യറാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഒരു സെല്ലറെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, ബൈക്ക് വിൽക്കാനായിട്ടുള്ളൊരു ആളെ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ബയ്യറാണ്, എനിക്കൊരു സെല്ലറെ കിട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു, സെല്ലറെ അടുത്തേക്ക് പോവുകയാണ്. കൂടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടുന്നുണ്ട്. അതായത് അവന് ഈ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലൊരു വിവരമുള്ള ഒരുത്തനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അവനെ കൂട്ടി. അപ്പം ഞാൻ ബയ്യറാണ്, ആ ആൾ സെല്ലറാണ്. ഓക്കെ, അങ്ങനെ ആ ആൾ പറഞ്ഞു ബൈക്കിന് 20,000 രൂപയാണ്. ഓക്കെ, 20,000 രൂപയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനോട് ബൈക്കൊക്കെ ഒന്ന് അടിമുടി നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൻ എന്തൊക്കെ നോക്കി, വണ്ടിയുടെ മൊത്തമായിട്ടുള്ളൊരു പെർഫോമൻസ് നോക്കി, എൻജിൻ ക്വാളിറ്റി നോക്കി, അതുപോലെ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും നോക്കി, അതിൻ്റെ മോഡൽ നമ്പർ നോക്കി, എത്ര കിലോമീറ്റർ ഓടി നോക്കി. അങ്ങനെ അവൻ ചില ഫാക്ടേഴ്സ് നോക്കിയിട്ട് അവനൊന്ന് അനലൈസ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അവൻ ആ വണ്ടീനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റഡി ചെയ്ത് അവൻ എന്ത് ചെയ്തു, പറഞ്ഞു ഇത് ആക്ച്വലി ഇതിനൊരു 16,000 രൂപയ്ക്കേ ഇത് വർത്തുള്ളൂ. ഓക്കെ, ഒരു 16,000 രൂപയെ വർത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 16,000 രൂപ ഈ 20,000 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓവർ വാല്യൂഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫാക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ബൈക്കാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ ബൈക്കിന് അങ്ങേര് പറഞ്ഞത് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഓക്കെ, അതായത് അതിൻ്റെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നുള്ള രീതിയിൽ നോക്കുക. ഓക്കെ, അപ്പോൾ അവൻ എന്ത് ചെയ്തു, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും ചെക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ആ എക്സാമ്പിളിൽ പറഞ്ഞ എന്താണ്, വണ്ടിയുടെ മോഡൽ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എൻജിൻ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, വണ്ടിൻ്റെ പെർഫോമൻസ്, അതുപോലെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവൻ എന്ത് ചെയ്തു, ഒരു റിയൽ വാല്യൂ അവൻ കാൽക്കുലേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്.
ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത് 16,000 രൂപയാണ്. ഓക്കെ, ഈ 16,000 രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് അങ്ങേര് പറഞ്ഞിട്ടുള്ള 20,000 രൂപയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ആക്ച്വലി ഇത് ഓവർ വാല്യൂഡ് ആണ്. അതായത് റിയൽ വാല്യൂവിനേക്കാൾ എത്രയോ മുകളിലാണ് ആക്ച്വലി എന്താണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ. ഓക്കെ, പകരം എന്താണ് അവൻ പറഞ്ഞിട്ടുള്ള ഇൻട്രൻസിക് വാല്യൂ 21,000 ആണെങ്കിലോ അതെന്താണ് ആ ആക്ച്വൽ വാല്യൂവിനേക്കാൾ എത്രയോ താഴെയാണ്. അപ്പോൾ അതെന്താകും, അണ്ടർ വാല്യൂഡ് ആകും. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ റിയൽ ലൈഫ് എക്സാമ്പിളിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യും, പക്ഷേ നമ്മളുടെ ആ ഒരു സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിൽ നമുക്കത് നടക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ പറഞ്ഞു, ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ പ്രോസസ്സ് പറഞ്ഞു. ആ പ്രോസസ്സ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് എപ്പിസോഡ് 1 നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആക്ച്വലി എന്താണ് നമ്മളുടെ ഈ ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഈ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസോടുകൂടിയാണ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. ആ പ്രോസസ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈ ഓരോ ഫാക്ടേഴ്സിനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ആദ്യം ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ബിസിനസ് മോഡൽ, കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ്, അതുപോലെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി, ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ ബ്രാൻഡ് വാല്യൂ ആൻഡ് മോട്ട്, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ എങ്ങനെയാണ്, അതിൻ്റെ മോട്ട് MOAT എന്താണെന്നും നമ്മൾ പഠിക്കും. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ കമ്പനിയുടെ എത്തിക്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻഡസ്ട്രി പൊസിഷൻ, അതായത് കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണ് വരുന്നത്, അവിടെയുള്ള ആ കമ്പനിയുടെ ഒരു പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നതെല്ലാമാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ 2 സബ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തത് ഫൈനാൻഷ്യൽ റേഷ്യോസുമാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി നമ്മൾ പഠിക്കും. അതുപോലെ ഫൈനാൻഷ്യൽ റേഷ്യോസിൽ എന്തൊക്കെയാണ്, പലതരം റേഷ്യോസ് ഉണ്ട്. ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, അതിൽ EPS എന്താണ്, ബുക്ക് വാല്യൂ എന്താണ്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്താണ്, ഫേസ് വാല്യൂ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിലെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഒന്നും കൂടി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ MBA ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, കരിയർ ഇൻസൈറ്റ്സ് ആൻഡ് സാലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൗഷർ കണ്ട് അട്രാക്റ്റ് ആകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രൗഷറിൽ പറഞ്ഞ കോളേജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എനിക്കിവിടെ ചേർന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ വരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോളേജിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ പലരും സ്റ്റഡി ചെയ്ത് പോകുന്നവരുണ്ട്, സ്റ്റഡി ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ട് പോകുന്നവരുണ്ട്. ഓക്കെ, നമ്മളിവിടെ ചേരാൻ വേണ്ടി പോകുന്ന കോളേജ് ആയാലും വാങ്ങാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് ആയാലും സ്റ്റഡി ചെയ്തിട്ടേ പോകും. ഓക്കെ, അപ്പോൾ ഈ കോളേജിൽ നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടീച്ചിങ് ക്വാളിറ്റിയും ഫാക്കൽറ്റി റെപ്യൂട്ടേഷനും നമ്മൾ നോക്കും. ഓക്കെ, ടീച്ചിങ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. ഓക്കെ, MBA ഒക്കെ ആണ്, ടീച്ചിങ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, എന്താണ് റെപ്യൂട്ടേഷൻ, ആ ഒരു ക്യാമ്പസിൻ്റെ റെപ്യൂട്ടേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ കൾച്ചർ ആൻഡ് വൈബ്, ഓക്കെ അതിൻ്റെ കൾച്ചർ എങ്ങനെയാണ്, കോളേജിൻ്റെ ഒരു ടോട്ടാലിറ്റി വൈബ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. പിയർ ഗ്രൂപ്പ് ആൻഡ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി എത്രത്തോളം പവറാണ് നോക്കും. അതുപോലെ പിയർ ഗ്രൂപ്പ്, അതായത് ഈ ഒരു ഇതുപോലെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകളുടെ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് നമ്മൾ നോക്കും. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ ക്ലാസ് റൂമും ഓക്കെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. എൻവിറോൺമെൻറ്റ്, അതായത് ചുറ്റുപാടൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ എന്നൊക്കെ നോക്കും. അതുപോലെ എന്താണ് എക്സ്ട്രാ കരിക്കുലർ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട് നമ്മൾ ജസ്റ്റ് നോക്കും. അതുപോലെ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവർ ബ്രോഷറിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇൻറ്റേൺഷിപ്പിൻ്റെ എക്സ്പോഷർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നോക്കും. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോളേജിൻ്റെ റാങ്കിങ്,
ഓക്കെ, കോളേജിൻ്റെ റാങ്കിങ് ഇത് നമ്മൾ ജസ്റ്റ് നോക്കും. ഓക്കെ, അതുപോലെ ട്യൂഷൻ ഫീസ്. ഓക്കെ, ട്യൂഷൻ ഫീസ് നോക്കും. അതുപോലെ ഒരു ക്യാമ്പസിൻ്റെ സെയ്സ് നോക്കും. അതുപോലെ പ്ലേസ്മെൻറ്റ് റേറ്റ്. ഓക്കെ, പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്ലേസ്മെൻറ്റ് റേറ്റ് നോക്കും. സ്റ്റുഡൻറ്റ് ഫാക്കൽറ്റി റേഷ്യോ നോക്കും. ആവറേജ് സാലറി ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ എന്തൊരു കാര്യം സ്റ്റഡി ചെയ്യുമ്പോഴും അതിൽ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇൻ സമ്മറി, ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് നോട്ട് മെഷറബിൾ അല്ല. ഓക്കെ, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് അവിടെ നോക്കുന്നത് ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി. അത് നോട്ട് ന്യൂമറിക്കലാണ്. ഓക്കെ, നോട്ട് ന്യൂമറിക്കലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് അത് നമ്പേഴ്സ് റിലേറ്റഡ് അല്ല, അത് നോട്ട് മെഷറബിൾ ആണ്, നോട്ട് ന്യൂമറിക്കലും ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മനസ്സിലാക്കാൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ ഒരു ക്യാമ്പസിൻ്റെ ആ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മൾ സോഴ്സുകൾ ഇവിടെ വെച്ച് കണ്ടെത്തും. നമ്മൾ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ റിവ്യൂസ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, അവിടുത്തെ മുൻപ് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനോടും പോയിട്ട് നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ സോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിലൂടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഡെഫിനിഷൻ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, qualitative analysis evaluates the non-measurable factors of the company like management quality, brand value, business model and industry conditions to understand its long-term potential and സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ നോൺ മെഷറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻ സമ്മറിയിൽ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ന്യൂമറിക്കലാണ്, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് നോട്ട് മെഷറബിൾ ആണെന്ന് പറഞ്ഞു, നോട്ട് ന്യൂമറിക്കൽ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ക്വാളിറ്റീസ് ആണ്. ഓക്കെ, അപ്പം ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ എന്താണ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇവാലുവേറ്റ് ദ നോൺ മെഷറബിൾ ഫാക്ടേഴ്സ്. ഒരു കമ്പനിയുടെ നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ലൈക്ക് മാനേജ്മെൻറ്റ് ക്വാളിറ്റി, ബ്രാൻഡ് വാല്യൂ, ബിസിനസ് മോഡൽ, അതുപോലെ ഇൻഡസ്ട്രി കണ്ടീഷൻസ്. ഇതെല്ലാമാണ് ആക്ച്വലി ഒരു കമ്പനിയുടെ നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നത് നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലൂടെയാണ്. ഓക്കെ, ഇത് എന്തിനാണ് പഠിക്കുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ ലോങ് ടേം പൊട്ടൻഷ്യൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ ലോങ് ടേം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ലോങ് ടേം ഗ്രോത്തിനും സസ്റ്റൈനബിലിറ്റിയും മനസ്സിലാക്കാനായിട്ട് ആ കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് പഠിക്കുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ദാറ്റ് മീൻസ് ക്വാളിറ്റി ഫാക്ടേഴ്സ് പഠിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിലെ പോയിന്റ്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനിയുടെ ബിസിനസ് മോഡൽ, രണ്ടാമത് മാനേജ്മെൻറ്റ് ക്വാളിറ്റി, മൂന്നാമത് ബ്രാൻഡ് വാല്യൂ ആൻഡ് മോട്ട്, നാലാമത്തത് കോർപ്പറേറ്റ് ഗവേണൻസ്, ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എത്തിക്സ്, ആൻഡ് സിക്സ്ത് വൺ ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പൊസിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന സ്ലൈഡുകളിലായിട്ട് നമ്മൾ ഈ 6 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കും. അങ്ങനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ബിസിനസ് മോഡലാണ്. ഏതൊരു കമ്പനിക്കും ഒരു ബിസിനസ് മോഡൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ബിസിനസ് മോഡൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ് മോഡൽ? ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. എ ബിസിനസ് മോഡൽ എക്സ്പ്ലെയിൻ ഹൗ എ കമ്പനി മേക്സ് മണി ഓഫറിംഗ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഒരു പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസ് ഉപയോഗിച്ച് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കാശ് ജനറേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ വോൾ ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്, എന്താണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ്, അല്ലെങ്കിൽ അതിൻ്റെ വില എങ്ങനെ നിശ്ചയിക്കും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇതെല്ലാം അടങ്ങിയതാണ് ആക്ച്വലി ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആണെങ്കിൽ ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ എഞ്ചിനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ്
ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ആമസോണിനെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്, വെബ്സൈറ്റ് വഴിയാണ് ആക്ച്വലി എന്താണ് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മിഡിൽ മാൻസിൻ്റെ അടുത്തും കമ്പനീസിൻ്റെ അടുത്തുനിന്നും എന്താണ് പ്രൊഡക്ട്സ് വാങ്ങുന്നു, അതുപോലെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഓരോ സെയിലിലും അവരെന്ത് ചെയ്യുന്നു, ലാഭം നേടുന്നു. ഇതാണ് ആക്ച്വലി എന്ത് ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഗെയിൻ നമുക്ക് എന്താണ് കുറച്ചും കൂടി റിലേറ്റീവ് ആയിട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡി മാർട്ടിൻ്റെ ഒരു ബിസിനസ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഓരോന്ന് വായിച്ചു നോക്കുക. എ ലോ കോസ്റ്റ് റീറ്റെയിൽ ചെയിൻ സെല്ലിംഗ് ഗ്രോസറീസ് ആൻഡ് ഡെയിലി എസെൻഷ്യൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ലോ കോസ്റ്റ്. ഓക്കെ, കുറഞ്ഞ പൈസയ്ക്ക് ഗ്രോസറീസും ഡെയിലി എസെൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി എന്ത് ഇവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫോളോ എ ഹൈ വോളിയം ലോ മാർജിൻ മോഡൽ. അതായത് ഹൈ വോളിയം, അതായത് നമ്മൾ ചില ബിസിനസ്സുകൾ എങ്ങനെയാണ്, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ബിസിനസ്, അതായത് ഈ തട്ടുകടകളൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഫുഡ്, ഒരുപാട് കച്ചവടം, ആ ഒരു മോഡലാണ് ആക്ച്വലി ഡി മാർട്ടിൻ്റെത്. അതുപോലെ ഓൺസ് മോസ്റ്റ് സ്റ്റോർസ് ടു കട്ട് റെൻ്റൽ കോസ്റ്റ്. ഓക്കെ, ഇവരുടെ മോസ്റ്റ് സ്റ്റോറും എന്താണ് ഇവർ ഓൺ ചെയ്യുന്നതാണ്. അത് റെൻ്റൽ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാണ്. അതുപോലെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ്, മിഡിൽ ക്ലാസ് ആളുകളെയാണ്. ഓക്കെ, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ മേജർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ബിസിനസ് മോഡൽ എന്താണെന്ന് പറഞ്ഞാൽ കമ്പനി എങ്ങനെ കാശുണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ആക്ച്വലി ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിക്കും ബിസിനസ് മോഡൽ ഉണ്ടാകും. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഡി മാർട്ടാണ്. ഡി മാർട്ടിൻ്റെ ബിസിനസ് മോഡൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണ്, ഒന്നുമില്ല, അതായത് കമ്പനി എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്, എങ്ങനെയാണ് വിൽക്കുന്നത്, ഓക്കെ, അത് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കലാണ് നമ്മളുടെ ബിസിനസ് മോഡൽ, നമ്മളുടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടർ നമ്പർ 1 എന്ന് പറയുന്നത്. അങ്ങനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന, മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന ഫാക്ടർ നമ്പർ 2 എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് ക്വാളിറ്റി? മാനേജ്മെൻറ്റ് ക്വാളിറ്റി റെഫേഴ്സ് ടു ദ സ്കിൽ, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ലീഡർഷിപ്പ് ടീം ഇൻ റണ്ണിങ് ദ ബിസിനസ് ആൻഡ് ക്രിയേറ്റിംഗ് ലോങ് ടേം വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കമ്പനിയുടെ ഒരു ലോങ് ടേം ഗ്രോത്തിന് നമുക്കൊരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ക്വാളിറ്റി ആ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഫാക്ടർ നമ്പർ 1 പറഞ്ഞ ബിസിനസ് മോഡലിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തായിരിക്കും പ്രൊഡക്ഷൻ, എങ്ങനെയായിരിക്കും കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ, ഈ എല്ലാ സെക്ഷൻസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മാനേജേഴ്സ് ഉണ്ടാവും. ആ മാനേജേഴ്സിൻ്റെ ആ ഒരു ബോർഡിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടതാണ് എക്സ്പീരിയൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മൾ മാനേജേഴ്സ്, അതായത് കമ്പനിയുടെ മാനേജേഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള മാനേജേഴ്സ് ആണോ, അതായത് ആ ഒരു അവരുടെ പാസ്റ്റ് പെർഫോമൻസ്, അതായത് തൊട്ട് മുന്നേ ഉള്ള കമ്പനീസിൽ ഏതൊക്കെയാണ്, അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ആണോ. ഓക്കെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ആകുമ്പോൾ അവർക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കും, അതായത് ഒരുപാട് സൈക്കിൾസ് കവർ ചെയ്തിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ വിഷൻ ആൻഡ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. ഓക്കെ, ലോങ് ടേം ഗോൾസ് ആൻഡ് ക്ലാരിറ്റി ഓഫ് എക്സിക്യൂഷൻ പ്ലാൻസ്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻസിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ബിസിനസ് മോഡൽ നോക്കണം. ബിസിനസ് മോഡലിന് ശേഷം നമ്മൾ മാനേജ്മെൻറ്റ് ക്വാളിറ്റി നോക്കണം. അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു വെച്ചിട്ടുള്ള കമ്പനിയുടെ മാനേജേഴ്സ് ആരൊക്കെയാണ്. ഓക്കെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണോ. ഓക്കെ, ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ തൊട്ട് മുന്നേ വർക്ക് ചെയ്ത കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ഇതാണ് ആക്ച്വലി എന്താണ് മാനേജ്മെൻറ്റ് ക്വാളിറ്റി. ഒരു കമ്പനി പ്രോപ്പർ ആവണമെങ്കിൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആ ലീഡേഴ്സിന് അത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ ഫാക്ടർ നമ്പർ 2 എന്ന് പറയുന്നത് മെഷർ ദ മാനേജ്മെൻറ്റ് ക്വാളിറ്റി. അങ്ങനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ബ്രാൻഡ് വാല്യൂ ആൻഡ് മോട്ട് ആണ്. അതായത് എല്ലാ കമ്പനീസിനും ബ്രാൻഡ് വാല്യൂ ഉണ്ടാവണമെന്നില്ല, മോട്ട് ഉണ്ടാവണമെന്നില്ല. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മോൾ ക്യാപ് കമ്പനീസ്, മിഡ് ക്യാപ് കമ്പനീസ്, ലാർജ് ക്യാപ് കമ്പനീസ്. ഓക്കെ, ഇതിൽ കൂടുതലും ഒരു ബ്രാൻഡ് വാല്യൂ എന്നുള്ള രീതിയിൽ സ്മോൾ, മിഡ്, അതുപോലെ ലാർജ് കമ്പനീസിനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രാൻഡ് വാല്യൂ ഇസ് ദ ട്രസ്റ്റ്, റെക്കഗ്നിഷൻ ആൻഡ് ലോയലിറ്റി എ കമ്പനി ബിൽഡ്സ് ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. അതായത് എന്താണ്, ഒരു കമ്പനിയുടെ ഒരു പേരും പ്രശസ്തിയും കാരണം ആ ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സിന് അവരോടുണ്ടാകുന്ന ഒരു വിശ്വാസം,
ആ ഒരു ലോയലിറ്റി, ഇതാണ് ആക്ച്വലി എന്ത് ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മോട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മോട്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു യുണീക്ക് സ്ട്രെങ്ത് ദാറ്റ് പ്രൊട്ടക്ട്സ് ഇറ്റ് ഫ്രം ദ കോമ്പറ്റേറ്റേഴ്സ് ലൈക്ക് പ്രൈസിംഗ് പവർ, കസ്റ്റമർ ലോയലിറ്റി ഓർ എക്സ്ക്ലൂസീവ് പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ എന്താണ് മോട്ട് എന്ന് പറയുന്നത്? ഒരു കമ്പനിക്ക് അവരുടെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പ് കമ്പനീസ് ഉണ്ടാവും, അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു യുണീക്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് ലോങ് ടേമിൽ സക്സസ് ആവാൻ അവരുടെ അടുത്തൊരു യുണീക്ക് ഫാക്ടർ ഉണ്ടാവും. അതാണ് ആക്ച്വലി എന്താണ് മോട്ട് എന്ന് പറയുന്നത്. അത് ചില കമ്പനികൾക്ക് അവരുടെ പ്രൈസിങ് പവർ ആവാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനുള്ള ഒരു വിശ്വാസമാവാം, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നതാവാം, എന്തുമാവാം. ഓക്കെ, അപ്പം നമ്മൾ പ്രീവിയസ് ഫാക്ടേഴ്സിൽ നമ്മൾ ഡി മാർട്ട് വെച്ചാണ് നമ്മൾ എക്സാമ്പിൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡി മാർട്ടിൻ്റെ ബ്രാൻഡ് വാല്യൂ മോട്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഡി മാർട്ടിൻ്റെ അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്സിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ഡി മാർട്ട് ഫോർ ലോ പ്രൈസസ് ആൻഡ് റിലയബിൾ ക്വാളിറ്റി. അതായത് കൂടുതൽ ആളുകളും ഈ ഒരു ഡി മാർട്ടിനെ ഒരു വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അവർ ലോ പ്രൈസിന് റിലയബിൾ ക്വാളിറ്റി, അതായത് ഒട്ടും വലിയ ഒരു തരക്കേടില്ലാത്ത രീതി, അതായത് കുറഞ്ഞ പ്രൈസയ്ക്ക് നല്ലൊരു ക്വാളിറ്റി അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് മണി, അതായത് കൊടുക്കുന്ന കാശിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസും വാല്യൂ. പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്, വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് കുറഞ്ഞ പ്രൈസിന് നമുക്ക് അത്യാവശ്യം കുറക്കേടില്ലാത്ത രീതിയിൽ വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് അവരവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മോട്ടാണ്. അതായത് മറ്റു കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് അവരെ വ്യത്യസ്തമാക്കുന്ന ഒരു യുണീക്ക് ഫാക്ടർ, അതാണ് മോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡി മാർട്ട്സ് മോട്ട് ലൈറ്റ്സ് ഇൻ ദ കോസ്റ്റ് എഫിഷ്യൻറ്റ് മോഡൽ. അവരുടെ മോഡൽ എന്ന് പറയുന്നത് കോസ്റ്റ് എഫിഷ്യൻറ്റ് മോഡലാണ്. അതുപോലെ സ്റ്റോർ ഓണർഷിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് റെൻ്റൽ കോസ്റ്റ് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സ്റ്റോറും അവർ ഓണർഷിപ്പിലാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ലോയാലിറ്റി, അതായത് കസ്റ്റമേഴ്സിൻ്റെ ലോയാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് കുറഞ്ഞ പ്രൈസിന് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റി പ്രൊഡക്ട്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് മേക്ക് ഇറ്റ് ഹാർഡ് ടു കോമ്പറ്റീറ്റേഴ്സ് ടു മാച്ച് ഇറ്റ് സ്കെയിൽ ആൻഡ് മാർജിൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ ഇവർ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനും അവർക്ക് ഇതുപോലെ കൊടുക്കാൻ കഴിയണം എന്നില്ല. അതുകൊണ്ട് മറ്റു കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡി മാർട്ടിനെ വ്യത്യസ്തമാക്കുന്ന ഒരു യുണീക്ക് ഫാക്ടറാണ് അവരുടെ ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മോട്ട് ലിസ്റ്റിൽ പെടുന്നതെല്ലാം. ഓക്കെ, അപ്പം ബ്രാൻഡ് വാല്യൂ മോട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന നാലാമതും അഞ്ചാമതുമായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ചെറിയ രണ്ട് ഫാക്ടേഴ്സാണ്, പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയാണ് കോർപ്പറേറ്റ് ഗവേണൻസും എത്തിക്സും. അതിലിവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കൂ. Corporate governance is the system of rules, practice and process by which a company is directed and controlled to protect shareholders and stakeholders interests. അതായത് പ്രോപ്പർ റൂൾസ്, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതിൽ പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രാക്ടീസസ് എൻഷുർ ചെയ്തിട്ടല്ലേ കമ്പനി ഡയറക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ എന്നതിൻ്റെ ഒരു ചെറിയൊരു റിപ്പോർട്ടാണ് ആക്ച്വലി കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഡി മാർട്ടിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കൂ നിങ്ങൾ. ഡി മാർട്ട് ഫോളോ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് വിത്ത് ലീഗൽ എത്തിക്കൽ ലീഡർഷിപ്പ്. അതായത് എന്താണ് സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അതായത് ഡി മാർട്ട് ഫോളോ സ്ട്രോങ് കോർപ്പറേറ്റ് ഗവേണൻസ് വിത്ത് ethical leadership, high promoter holdings, transparent reporting and conservating debt-free growth strategy. അത് ലോങ് ടേം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എൻഷുർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു കമ്പനീസിനും ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് നോട്ട് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് എത്തിക്കലായിട്ടുള്ള കാര്യം, നിയമപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരായ വഴി. അതായത് എത്തിക് മീൻസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. ഓക്കെ, നേരായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ബീയിങ് ഹോണസ്റ്റ് ആൻഡ് ഫെയർ റെസ്പോൺസിബിലിറ്റി ഇൻ ഓൾ ബിസിനസ് ഡിസിഷൻ. അതൊക്കെ ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതാണ് ആ ഒരു എത്തിക്കൽ ലെവലിൽ വരുന്നത്. അതായത് കമ്പനി ഹോണസ്റ്റ് അല്ലേ, നമുക്കറിയുന്നത് തന്നെയാണ്. ഫെയർനെസ് അല്ലേ, ലീഗൽ കംപ്ലയിൻസ്, കമ്പനീനെ സംബന്ധിച്ച് ലീഗൽ കംപ്ലയിൻസ്, അതായത് ലോസ് എല്ലാം ഫോളോ ചെയ്യാതെ എന്തെങ്കിലും ലീഗൽ കംപ്ലയിൻസ് കമ്പനിക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ വല്ല കറപ്ഷൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടോ, അതായത് ഫ്രോഡ് പരമായിട്ട്
പല കാര്യങ്ങളൊക്കെ ചെയ്ത കമ്പനീസൊക്കെ നമുക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുന്നു. അതുപോലെ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസും, അഞ്ചാമത്തത് എത്തിക്സ് എന്നതും. അങ്ങനെ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിലെ ലാസ്റ്റ് ക്വാളിറ്റേറ്റീവ് ഫാക്ടർ ആയിട്ടുള്ള ഇൻഡസ്ട്രി പൊസിഷനാണ്. ഇൻഡസ്ട്രി പൊസിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രി പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡസ്ട്രി പൊസിഷൻ റെഫേഴ്സ് ടു വേർ എ കമ്പനി സ്റ്റാൻഡ് കമ്പയർ ടു ഇറ്റ്സ് കോമ്പറ്റേറ്റേഴ്സ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ബേസ്ഡ് ഓൺ ദ സൈസ്, മാർക്കറ്റ് ഷെയർ, ഗ്രോത്ത് ആൻഡ് ഇൻഫ്ലുവൻസ്. അതായത് നമ്മളിപ്പം അങ്ങനെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മളുടെ ലാസ്റ്റ് ക്വാളിറ്റേറ്റീവ് ഫാക്ടറാണ് ഇൻഡസ്ട്രി പൊസിഷൻസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഇൻഡസ്ട്രി പൊസിഷൻ റെഫേഴ്സ് ടു വേർ എ കമ്പനി സ്റ്റാൻഡ്സ് കമ്പയർ ടു ഇറ്റ്സ് കോമ്പറ്റേറ്റേഴ്സ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ബേസ്ഡ് ഓൺ സൈസ്, മാർക്കറ്റ് ഷെയർ, ഗ്രോത്ത് ആൻഡ് ഇൻഫ്ലുവൻസ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്കണോമിയിൽ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്, ടെലകോം ഇൻഡസ്ട്രി ഉണ്ട്, IT ഇൻഡസ്ട്രി ഉണ്ട്, റീറ്റെയിൽ ഇൻഡസ്ട്രി ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഇൻഡസ്ട്രി ഉണ്ട്, FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രി, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈലിൽ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഓക്കെ, സെയിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. ടെലകോമിലുണ്ട്, IT-യിലുണ്ട്, റീറ്റെയിലുണ്ട്, ബാങ്കിങ് ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അത് ബേസ്ഡ് ഓൺ അവരുടെ സൈസ് അനുസരിച്ചിരിക്കും, മാർക്കറ്റ് ഷെയർ അനുസരിച്ചിരിക്കും, ഗ്രോത്ത് അനുസരിച്ചിരിക്കും, അതുപോലെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ള DMart ആക്ച്വലി ഇതിൽ ഏതിലാണ് വരുന്നത്? ഏത് ഇൻഡസ്ട്രി കാറ്റഗറിയിലാണ് വരുന്നത്? നമ്മൾ നോക്കിയാൽ റീറ്റെയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഈ ഇൻഡസ്ട്രി പൊസിഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്കിള് മുഴുവനായിട്ട് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണ് നോക്കുക ആണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് റിലയൻസ് റീറ്റെയിൽ ഉണ്ട്, ട്രെൻഡ് ലിമിറ്റഡ് ഉണ്ട്, അതായത് ടാറ്റയുടെ സബ്സിഡറി ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ട്, അതുപോലെ ഷോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ഉണ്ട്, അതുപോലെ നമ്മളുടെ DMart ഉണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ മേജർ ആയിട്ടുള്ള ആ ഒരു റീറ്റെയിലിൽ തിളങ്ങുന്ന കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം പൊസിഷൻ ഉണ്ട് എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ എത്രത്തോളം വെയിറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ നോക്കാം. ഇവിടെ നിങ്ങൾ റിലയൻസ് റീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു എക്കണോമിയിലെ, നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിലെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലെ 13% ഇവരുടെ കയ്യിലാണ്. അതുപോലെ ഇവിടെ നമ്മൾ DMartൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ എക്കണോമിയിലെ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ 23% ഈ DMartൻ്റെ കയ്യിലാണ്. ബാക്കിയുള്ളതൊക്കെ ഈ ഓരോ കമ്പനീസിലും, പിന്നെ കുറച്ച് ചെറിയ കമ്പനീസിൻ്റെ കയ്യിലുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച കമ്പനി ഏത് ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഓക്കെ, അതിൽ ഇൻഡസ്ട്രി പൊസിഷൻ നമ്മൾ നോക്കുക. ചിലപ്പോൾ എന്തായിരിക്കും? ചെറിയ ഇൻഡസ്ട്രി പൊസിഷൻ ആയിരിക്കും. അതായത് ചെറിയ മാർക്കറ്റ് ക്യാപ്പും ചെറിയ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ഇൻഡസ്ട്രി പൊസിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എത്രത്തോളം നമുക്ക് ഇൻഡസ്ട്രി പൊസിഷൻ ഉണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ DMart നോക്കുകയാണെങ്കിൽ എന്താണ്? അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലൊരു ഇൻഡസ്ട്രി പൊസിഷൻ അവർക്കുണ്ട്. അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് എവിടുന്ന് കിട്ടും? ഹൗ ടു ഗെറ്റ് ദ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. ഓക്കെ, നമുക്ക് 3 രീതിയിൽ മേജറായിട്ട് ഇൻഫോർമേഷൻസ് കിട്ടും. ഒന്ന് എന്ന് പറയുന്നത്, കമ്പനീസിൻ്റെ ആനുവൽ റിപ്പോർട്ടിൽ അവർ പ്രോപ്പറായിട്ട് ഇതുപോലെ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ഒരു കമ്പനി ഓവർവ്യൂ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ വെബ്സൈറ്റ്. ഓക്കെ, നമ്മൾ ഏത് കമ്പനിയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യുന്നു, അതിൽ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിൽ ക്വാളിറ്റേറ്റീവ് അനലൈസ് ചെയ്യുന്നു, ആ കമ്പനിയുടെ വെബ്സൈറ്റിലും അവരുടെ കമ്പനി ഓവർവ്യൂ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ കമ്പനി ഓവർവ്യൂവിലാണ് നമ്മളുടെ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ഉണ്ടാവുന്നത് കൂടുതലും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതിൽ നോക്കാം? ബിസിനസ് ന്യൂസ് ആൻഡ് ആർട്ടിക്കിൾസിൽ നമുക്ക് എന്താണ്? അതിലും നമുക്ക് എന്താണ്? കമ്പനീസിൻ്റെ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്, അതുപോലെ കമ്പനിയുടെ വെബ്സൈറ്റ്, അതുപോലെ ബിസിനസ് ന്യൂസ് ആൻഡ് ആർട്ടിക്കിൾസിൽ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഇതൊക്കെ കുത്തിരുന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ക്വാളിറ്റി, നമ്മൾ ബിസിനസ് മോഡൽ എന്താണെന്ന് ജസ്റ്റ് നോക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ അതിൻ്റെ മാനേജ്മെൻറ്റ് ക്വാളിറ്റി എന്താണെന്ന് നോക്കുന്നു, പിന്നെ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ മോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നു, ഇൻഡസ്ട്രി പൊസിഷൻ നമ്മൾ നോക്കുന്നു,
അതുപോലെ തന്നെ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസും അതുപോലെ തന്നെ എത്തിക്സും നമ്മളൊന്ന് ജസ്റ്റ് നോക്കുന്നു. ഇതൊക്കെ നമുക്ക് എന്താണ് ആനുവൽ റിപ്പോർട്ടിൽ നോക്കാം, കമ്പനി വെബ്സൈറ്റിൽ നോക്കാം, ബിസിനസ് ആൻഡ് ന്യൂസ് ആർട്ടിക്കിൾസിൽ നമ്മൾ നോക്കാം. പക്ഷേ ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആനുവൽ റിപ്പോർട്ടിൽ നോക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആനുവൽ റിപ്പോർട്ട് നോക്കാം, അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കാം, ന്യൂസ് ആർട്ടിക്കിൾസ് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഞാൻ ഗൂഗിളിൽ DMart ആനുവൽ റിപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ആ സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം തന്നെ വന്നത് ഏതാണ്, DMartൻ്റെ കമ്പനി വെബ്സൈറ്റ് ആണ്. നമുക്ക് കമ്പനി വെബ്സൈറ്റിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ, ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സ്ക്രീനർ വന്നിട്ടുണ്ട്. സ്ക്രീനറിൽ നമുക്ക് കുറച്ചും കൂടി മോർ റിലയബിൾ ആയിട്ട് നോക്കാം. അതായത് ഇപ്പം നമ്മളെന്താണ് ഇവിടെ DMartൻ്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. പകരം നമ്മൾ ന്യൂസ് ആർട്ടിക്കിളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില പോർഷൻസ് മിസ്സായിരിക്കും. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രീനർ എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ പോകുന്നത് അവന്യൂ സൂപ്പർ മാർട്ട്സ്, അതായത് DMartൻ്റെ വേറൊരു പേരാണ്. ഓക്കെ, അവരുടെ ഫൈനാൻഷ്യൽസിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ നേരെ ഇവിടെ നോക്കൂ, ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കണ്ടോ, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ, ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെയാണ് ആക്ച്വലി എന്ത്, അവരുടെ ആനുവൽ റിപ്പോർട്ട്സ്, അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ്, ഒരുപാട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് അവർക്ക് ക്രെഡിറ്റ് റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ആനുവൽ റിപ്പോർട്ട് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ആനുവൽ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, കമ്പനീൻ്റെ ആനുവൽ റിപ്പോർട്ട് സ്റ്റാർട്ട് തൊട്ടിട്ട് നേരെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കോണ്ടൻസ് കാണാൻ വേണ്ടി പറ്റും. കോണ്ടൻസ്, ഓക്കെ, ഇവിടെ കോണ്ടൻസ് എന്താണ്, ഇവിടെ നോക്കൂ, കോർപ്പറേറ്റ് ഓവർവ്യൂ. ചില ആനുവൽ റിപ്പോർട്ടിൽ കമ്പനി ഓവർവ്യൂ എന്നായിരിക്കും, ചിലതിൽ കോർപ്പറേറ്റ് ഓവർവ്യൂ എന്നായിരിക്കും. ഈ കോർപ്പറേറ്റ് ഓവർവ്യൂവിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പല ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും വരുന്നത്. ഇവിടെ നോക്കൂ, എബൌട്ട് ഡിമാർട്ടിനെ കുറിച്ചിട്ട് എന്താണ് DMart, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ ഒരു ബിസിനസ് മോഡലൊക്കെ നമുക്ക് ഏതിൽ കിട്ടും, ആ എബൌട്ട് മോഡലിൽ കിട്ടും. അതുപോലെ ഇവിടെ നോക്കൂ, കോർ വാല്യൂസ് ആൻഡ് മിഷൻ ആൻഡ് വിഷൻ, അവരുടെ കോർ വാല്യൂസ് എന്താണ്, അവരുടെ മിഷൻ എന്താണ്, അവരുടെ വിഷൻ എന്താണെന്നൊക്കെ അതിൽ കിട്ടും. അതുപോലെ തന്നെ എന്താണ്, DMartൻ്റെ കോമ്പീറ്റൻസി ഫ്രെയിംവർക്ക്, അവരുടെ കോമ്പറ്റീറ്റീവ്സും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അതിൽ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ എന്താണ്, കോർപ്പറേറ്റ് ഇൻഫോർമേഷൻസ്, അതുപോലെ എൻവിറോൺമെൻറ്റൽ ഫോക്കസ് ഓൺ DMart, അതായത് നമ്മൾ എത്തിക്കൽ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട് എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ് നമുക്ക് ഇതുപോലെ ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് മോഡൽ, അതുപോലെ ഇവിടെ നോക്കൂതാ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നേരെ എന്താണ്, ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് പോകും. ഓക്കെ, ഇതൊക്കെയാണ് DMartൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്താണ്, നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ തരുന്ന ഒരു ടാസ്ക് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമ്പനി നിങ്ങൾ തിരഞ്ഞെടുക്കുക, ആ കമ്പനീൻ്റെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്, ഓൺലി ക്വാളിറ്റേറ്റീവ്, അതിനെന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ആ ഫാക്ടേഴ്സ് മനസ്സിലാക്കുക. ബിസിനസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കുക, മാനേജ്മെൻറ്റ് ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, ബ്രാൻഡ് വാല്യൂ ആൻഡ് മോട്ട്. ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിനുള്ളൊരു വിശ്വാസം, അതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. മോട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കമ്പനിക്ക് അവരുടെ കോമ്പറ്റീറ്റീവ്സിൽ നിന്നും അവരെ യുണീക്കായിട്ട് നിർത്തുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ, അതാണ് മോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് മോഡൽ, മാനേജ്മെൻറ്റ് ക്വാളിറ്റി, ബ്രാൻഡ് വാല്യൂ ആൻഡ് മോട്ട്, കോർപ്പറേറ്റ് ഗവേണൻസ്, എത്തിക്സ്, അതുപോലെ ഇൻഡസ്ട്രി പൊസിഷൻസ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ എടുക്കുക, നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനി ഏതാണെന്ന് എടുക്കുക, ആ കമ്പനീൻ്റെ സ്ക്രീനറിൽ പോവുക, എന്നിട്ട് ഡോക്യുമെൻറ്റിൽ ആനുവൽ റിപ്പോർട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിൽ കമ്പനി ഓവർവ്യൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓവർവ്യൂ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിലെന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക, സിമ്പിളായിട്ടൊന്ന് വായിച്ച് നോക്കുക. ദാറ്റ്സ് ഓൾ. അറ്റ് ലാസ്റ്റ് നമ്മളങ്ങനെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ് ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി. അപ്പം മനസ്സിലാക്കുക, കമ്പനിയെ അനലൈസ് ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. അതായത് ഒരു കമ്പനിയുടെ മാനേജിങ് പവർ അനുസരിച്ചിരിക്കും ആ കമ്പനി. അതുകൊണ്ട് മാനേജ്മെൻറ്റ് മനസ്സിലാക്കുക, കമ്പനീൻ്റെ ബിസിനസ് മോഡൽ, നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് നിങ്ങൾ റിസർച്ച് റിപ്പോർട്ടല്ല, ആനുവൽ റിപ്പോർട്ടിൽ പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക,
ജസ്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ ChatGPT യൂസ് ചെയ്യുക. കമ്പനി ഏതാണെന്ന് നോക്കുക, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ChatGPT എന്നെ വ്യക്തമായിട്ട് തരും. അതുകൊണ്ട് ഏതൊരു കമ്പനിയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നേ ആ കമ്പനീൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിരിക്കുക. ബിക്കോസ് ഓഫ് ക്വാളിറ്റി ഉള്ള കമ്പനിയെ മുകളിലേക്ക് ക്വാളിറ്റിയോടുകൂടി പെർഫോം ചെയ്യൂ. താങ്ക് യു.